ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധന് ജാമ്യമില്ല. ഗോവർദ്ധന്റെ ജാമ്യാപേക്ഷ സുപ്രീം കോടതി തള്ളി. അന്വേഷണത്തിൽ ഇടപെടാൻ ആകില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. ദ്വാരപാലക കട്ടിളപ്പാളി കേസുകളിൽ പ്രതിയാണ് ഗോവർദ്ധൻ. തനിക്ക് സ്വർണ്ണക്കൊള്ളയിൽ പങ്കില്ലെന്നും 20 വർഷമായി അയ്യപ്പ ഭക്തനാണെന്നുമായിരുന്നു വാദം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുകോട്ടയായ മലമ്പുഴയിൽ അപ്രതീക്ഷിത നീക്കവുമായി UDF. VS അച്യുതാനന്ദന്റെ സന്തത സഹചാരിയും പേഴ്സണൽ സ്റ്റാഫ് അംഗവുമായിരുന്ന A. സുരേഷിനെ മത്സരിപ്പിക്കാനാണ് നീക്കം. കോൺഗ്രസ് സംസ്ഥാന നേതാക്കൾ സമീപിച്ചിരുന്നതായി സുരേഷും ന്യൂസ് 18നോട് സമ്മതിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ VSന്റെ മുൻ പ്രൈവറ്റ് സെക്രട്ടറി കൂടിയായിരുന്ന A. സുരേഷിനായി ഇപ്പോൾ UDF ചില ചരടുവലികൾ നടത്തുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായി പുറത്തുവരുന്നത്. മലമ്പുഴ മണ്ഡലം നമുക്കറിയാം, CPMന്റെ LDFന്റെ കുത്തക മണ്ഡലമായ മലമ്പുഴയിൽ സുരേഷിനെ പരീക്ഷിക്കാനാണ് ഇപ്പോൾ UDF നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത് എന്നറിയുന്നു. ഇക്കാര്യം സുരേഷ് ന്യൂസ് 18 സ്ഥിരീകരിക്കുകയുണ്ടായി. കോൺഗ്രസിന്റെ ഉന്നത നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട് തന്നോട് സംസാരിച്ചിരുന്നു, പക്ഷേ സമ്മതം അറിയിച്ചിട്ടില്ല എന്നാണ് സുരേഷ് ന്യൂസ് 18നോട് പറഞ്ഞത്. കോൺഗ്രസിന്റെ ആരായിരുന്നു വന്നത്? സംസ്ഥാന ലീഡർഷിപ്പ്. എന്തായിരുന്നു അവരുടെ ആവശ്യം? അല്ല, അവരിങ്ങനെ മത്സരിക്കാൻ ആവശ്യപ്പെട്ടു, സ്വതന്ത്രമായിട്ട് മത്സരിക്കാൻ പറഞ്ഞു. ഞാൻ പിന്നെ പ്രത്യേകിച്ചൊന്നും മറുപടി പറഞ്ഞില്ല. അത് അങ്ങനെ ഒരു താല്പര്യം കൂടെ ഉണ്ടോ മത്സരിക്കാനൊരു തീരുമാനിച്ചില്ല. UDF സ്വതന്ത്രനായി സുരേഷിനെ മത്സരിപ്പിക്കാനാണ് ഇപ്പോൾ നേതൃത്വം താല്പര്യപ്പെടുന്നത് എന്നാണ് അറിയുന്നത്. ദീർഘകാലമായി നമുക്കറിയാം സുരേഷ് CPMയുമായി അകന്നു നിൽക്കുകയാണ്. VSന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾക്കെതിരെ ഒരു ഘട്ടത്തിൽ പാർട്ടി നടപടി സ്വീകരിച്ച പശ്ചാത്തലത്തിൽ പാർട്ടിയിൽ നിന്ന് അച്ചടക്ക നടപടി നേരിടേണ്ടി വന്ന ഒരു നേതാവ് കൂടിയാണ് A. സുരേഷ് എന്ന് നമുക്കറിയാം. അതിനുശേഷം പാർട്ടി നേതൃത്വവുമായി ഒട്ടും അടുപ്പത്തിലല്ല, പക്ഷെ അപ്പോഴും ഇടതുപക്ഷ ആശയധാര പിന്തുടരാൻ സുരേഷ് എപ്പോഴും മടിച്ചിരുന്നില്ല. അത്തരത്തിലാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ പലപ്പോഴും വിമർശനാത്മകമായി പാർട്ടിയുടെ നിലപാടുകളെ സമീപിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയാണ് A. സുരേഷ്. സുരേഷ് മത്സരിക്കുന്ന കാര്യത്തിൽ തീരുമാനം അറിയിച്ചിട്ടില്ല, പക്ഷേ അപ്പോഴും അദ്ദേഹം പറയുന്നത് താൻ ഇടതുപക്ഷ ആശയങ്ങൾ തന്നെ പിന്തുടരും എന്നാണ്. അതേസമയം സംസ്ഥാന നേതൃത്വം ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ പ്രതിപക്ഷ നേതാവ് തയ്യാറായില്ല. ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറയേണ്ട സമയത്ത് അക്കാര്യം പറയും എന്നാണ് VD സതീശൻ വ്യക്തമാക്കിയത്. അല്ല, അതൊക്കെ സംബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും വിവരങ്ങൾ നിങ്ങളെ അറിയിക്കേണ്ട ഒരു സമയം വരുമല്ലോ. ഉചിതമായ സമയത്ത് ഏത് കാര്യങ്ങളുണ്ടെങ്കിലും, ഞാൻ പറഞ്ഞല്ലോ, പല കാര്യങ്ങളും ഉണ്ടാവും ഇലക്ഷന് മുമ്പ്, അല്ലേ? പല കാര്യങ്ങളും ഉണ്ടാവും. ഇപ്പോ ഐഷ പോറ്റി വന്നു, നിങ്ങൾ അറിയിച്ചില്ലേ? ഐഷ പോറ്റി വന്ന് കയറുമ്പോൾ നിങ്ങൾ എല്ലാവരും ഉണ്ടായി ക്യാമറയൊക്കെ എടുത്ത്. അതുപോലെ അങ്ങനത്തെ അവസരങ്ങൾ വരുമ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് അത്തരം അവസരങ്ങൾ ഉണ്ടാവും, പല അവസരങ്ങളുണ്ടാവും. അത് കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കും. നിങ്ങളെ അറിയിക്കാതെ രഹസ്യത്തിൽ ഒരു പരിപാടി നടത്തില്ല. അതേസമയം A. സുരേഷ് അടക്കമുള്ള ആര് വന്നാലും പാർട്ടി സ്വീകരിക്കും എന്നാണ് അവിടുത്തെ DCC അധ്യക്ഷൻ ശ്രീ A. തങ്കപ്പൻ വ്യക്തമാക്കിയത്. അതേസമയം പാർട്ടി നേതൃത്വം DCCയോട് ഈ വിഷയത്തിൽ അഭിപ്രായം ചോദിച്ചിട്ടില്ല എന്നും തങ്കപ്പൻ പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, ഉചിതമായിട്ടുള്ള നല്ല ആളുകളെ കണ്ടെത്താൻ ആണ് സമിതി കോൺഗ്രസിന്റെ. അവർ തീരുമാനിക്കും ആരാ ഫിറ്റ്. അവർ തീരുമാനിച്ച് ഇന്ന ആളാണെങ്കിൽ ആരെ വന്നാലും ഈ പാർട്ടിക്ക് ആള് വരുന്നത് സന്തോഷമുള്ളൂ. ആര് വന്നാലും വിരോധമില്ല. ഞാൻ എന്തായാലും സമീപിച്ചിട്ടില്ല. പാർട്ടിക്കാര് അവർ KPCC നേതൃത്വത്തിന്റെ സമിതിയൊക്കെ ഉണ്ട്. അവർ കണ്ടെത്തി ഇന്ന ആളെ തീരുമാനിച്ചാൽ ഉറപ്പായിട്ട് അത് ചെയ്യും. സുരേഷ് വരുവാണെങ്കിൽ സ്വീകരിക്കും. ആരെ വന്നാലും ഈ പാർട്ടി സ്വീകരിക്കുന്ന പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.